തുർക്കിയിൽ അന്ത്യോക്യ എന്ന ഒരു നഗരമുണ്ടായിരുന്നു. ഇന്നത് നശിക്കപ്പെട്ടിരിക്കുന്നു. റോമ സാമ്രാജ്യത്തിലെ കിഴക്കൻ നഗരമായ ഈ സ്ഥലവും 14 പ്രവിശ്യകളും കൂടി ആന്റിയോക്ക് ആൻഡ് ഓൾഡ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. ഈ ഈസ്റ്റിന്റെ മറവിൽ കേരളത്തിൽ ഒരു വിഭാഗം സകല കൊള്ളത്തരവും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് സ്ഥായിയായ വിശ്വാസവും രൂപവും ഇല്ലെന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർഗത്തെക്കാൾ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണവർ. 6-ാം നൂറ്റാണ്ടോടെ അന്ത്യോക്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് 6ആയി പൊട്ടിച്ചിതറിയതിൽ ഏറ്റവും മൈക്രോസ്കോപ്പിക് ആയ പാത്രിയർക്കീസ് ആണത്രേ ഇവരുടെ തലവൻ. ഭക്തിയുടെ മറവിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം, വണ്ടി കച്ചവടം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ അക്രൈസ്തവ സാക്ഷ്യങ്ങൾ പൊടി പൊടിക്കുന്നു. ഇതിന്റെ സമകാലീന പ്രകടനമാണ് യോനാച്ചൻ മെത്രാനുമായി ചേർന്നുള്ള സംയുക്ത പ്രകടനം. കുരിശിനെ അപമാനിച്ചിരുന്ന യോനാച്ചൻ പാത്രിയർക്കീസ് സഭയിൽ ലയിക്കുന്നുവെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. പ്രാരംഭമായി അരത്തൊപ്പി തലയിലേറ്റി കഴിഞ്ഞു. ഇനി പല പരിണാമങ്ങളും കാണാൻ കിടക്കുന്നതേയുള്ളൂ. സർക്കാർ ഭൂമി സ്വന്തമാക്കി സർക്കാരിന് വിൽക്കുന്ന കൂടുവിട്ടു കൂടുമാറുന്ന വിദ്യ അതിലൊരു ഇനമാണ്. ഇതിൽ മുന്തിയ ലാഭവിഹിതം പാത്രിയർക്കീസിനാണെന്ന് കേൾക്കുന്നു. ഫെബ്രുവരിയിൽ നടക്കുന്ന മാമാങ്കത്തിൽ പല സമ്മാനദാനങ്ങളും പ്രത്യുപകാരമായി സ്ഥാന പദവി ദാനങ്ങളും കിട്ടുമെന്നാണ് പിന്നാമ്പുറ സംസാരം. കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിക്ക് കാതോലിക്ക സ്ഥാനമില്ല. അതിന് യോനാച്ചൻ അടിച്ചെടുക്കുമോ? പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല. പാത്രിയർക്കീസിന് പണം മതി, കൊടുത്താൽ പലതും കിട്ടും. മഫ്രീന സ്ഥാനം വരെ കിട്ടും. കാത്തിരുന്ന് കാണാം. ആടുകളെ മേയ്ക്കുന്നവൻ എന്ന പദവി താറാവുകളെ മേയ്ക്കുന്നവൻ എന്നു മാറി രൂപപ്പെട്ടാൽ അത്ഭുതത്തിന് അവകാശമില്ല. ഈ പുത്തൻ ക്രമീകരണത്തിനെതിരെ ആരെങ്കിലും കലാപക്കൊടി ഉയർത്തിയാൽ അന്ത്യോക്യ അപകടത്തിൽ എന്ന സന്ദേശത്തിൽ കെട്ടടങ്ങുമെന്ന് പാത്രിയർക്കീസിനറിയാം. ഏതായാലും അടുത്ത മാസം എഴുന്നള്ളുന്ന പാത്രിയർക്കീസ് ഭാവിയെ കാത്തിരിക്കുന്നത് ഒട്ടേറെ ലാഭക്കൊയ്ത്തുകളാണ്, പരസ്പര സഹായവും.